Hello everyone. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ നാഗ്പൂർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2020 എഴുതാൻ ഇവിടെ എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ്, പല ഡെഫിനിഷൻസ് എന്താണ്, ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് എന്താണ്, അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആദ്യം നമുക്ക് പറയാനുള്ളത് കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ may be denoted in the manner A plus B gives C. അപ്പം ഇതാണ് ഒരു കോമ്പിനേഷൻ റിയാക്ഷന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. A plus B gives C. Either A and B or both A and B must be in the elemental form for such a reaction to be a redox reaction. ഇപ്പൊ എന്താണ്, ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ എയും ബിയും അല്ലെങ്കിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്നെങ്കിലും ഇതാണ് എലമെന്റൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എലമെന്റൽ ഫോം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ H2 മോളിക്യൂൾ ആണ് എലമെന്റൽ ഫോം. O2 ആണെങ്കിൽ ഓക്സിജനിലാണെങ്കിൽ O2 മോളിക്യൂൾ ആണ് എലമെന്റൽ ഫോം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളെങ്കിലും എലമെന്റൽ ഫോമിൽ കാണും. ഓക്കെ, all combustion reactions which make use of elemental oxygen as well as other reactions involving elements other than dioxygen are redox reaction. ഇപ്പൊ എന്താണ് പറയുന്നത്, എല്ലാ കമ്പഷൻ റിയാക്ഷനിലും എന്താണ് ഒരാളെങ്കിലും എന്താണ് എലമെന്റൽ ഓക്സിജൻ ആയിരിക്കും. അപ്പൊ എല്ലാ കമ്പഷൻ റിയാക്ഷൻസും കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. പിന്നെ അതേപോലെ എലമെന്റൽ സാധനങ്ങൾ വരുന്ന റിയാക്ഷൻസ് അതെല്ലാം എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം C+O2 കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് CO2 ആവുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ സീറോ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന കാർബൺ എന്താകുന്നു +4 സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നടന്നു അല്ലേ. പിന്നെ ഇവിടെ സീറോ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ മൈനസ് സ്റ്റേറ്റിലോട്ട് പോയി, എന്താണ് ഇവിടെ റിഡക്ഷൻ നടന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ രണ്ടും എലമെന്റൽ ഫോമിലാണുള്ളത്. മഗ്നീഷ്യത്തിന് ഇവിടെ ഓക്സിഡേഷൻ നടന്നു, നൈട്രജൻ ഇവിടെ റിഡക്ഷൻ നടന്നു. അതേപോലെ തന്നെ CH4 ആദ്യം C എന്താണ് -4 സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, അത് CO2 ആയി. അപ്പൊ എന്തായി, അവിടെ ഓക്സിഡേഷൻ നടന്നു. പിന്നെ ഓക്സിജന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓക്സിജൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു, അവിടെ നിന്ന് -2 പോയി, അവിടെ റിഡക്ഷൻ നടന്നു. അപ്പൊ ഇങ്ങനെയുള്ള എലമെന്റൽ ഫോമിലുള്ള റിഡോക്സ് റിയാക്ഷൻസ് വരുമ്പോൾ അത് കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ് ആലോചിക്കുക. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ ദി ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. Precisely, a decomposition reaction leads to the breakdown of a compound into 2 or more components, at least one of which must be in the elemental state. എന്താണ് നമ്മൾ ഇവിടെ കണ്ടു, എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻസിൽ A+B കൂടെ ചേർന്ന് എന്താണ് C ഫോം ചെയ്തു. പക്ഷെ ഇവിടെ അതല്ല, നേരെ തിരിച്ചു. C എന്ന് പറയുന്ന ഒറ്റ സാധനം എന്താണ് ഡീകമ്പോസ് ചെയ്ത് ഒന്നിലധികം സാധനങ്ങളാണ്. നിങ്ങൾക്ക് C gives A+B. ആ A+Bയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്തായിരിക്കും എലമെന്റൽ ഫോം ആയിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് പറഞ്ഞു. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 2H2O. ഓക്കെ, 2H2 നമ്മൾ ഡീകമ്പോസ് ചെയ്ത് H2O2 ആയി. ഇവിടെ രണ്ടും എലമെന്റൽ ഫോമിലോട്ടാണ് പോയത്. ഓക്കെ, ഇവിടെ ഓക്സിഡേഷൻ നടന്നു, റിഡക്ഷൻ നടന്നു. എങ്ങനെയാണ് നോക്കുക, H2O ഹൈഡ്രജൻ +1 സ്റ്റേറ്റിലായിരുന്നു, അത് H2 0 ആയി. അപ്പൊ അത് റിഡക്ഷൻ നടന്നു. -2 ഉണ്ടായിരുന്ന ഓക്സിജൻ 0 ആയി, അപ്പൊ അവിടെ ഓക്സിഡേഷൻ നടന്നു. ഓക്കെ, അതേപോലെ തന്നെ സോഡിയം ഹൈഡ്രൈഡ് സോഡിയം ഹൈഡ്രജൻ ആവുന്നു, KClO3 2 KCl 3O2 നടക്കും. ഇങ്ങനെ ഡീകമ്പോസിഷൻ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. ഒറ്റ സാധനം ഒന്നിലധികം കോമ്പൗണ്ട്സിലായി അല്ലെങ്കിൽ എലമെന്റ്സ് ആയിട്ട് മാറുന്നു. അതിനകത്ത് ഒന്നെങ്കിലും എലമെന്റൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, it may carefully be noted that there is no change in the oxidation number of hydrogen in methane under combination reactions and that of potassium chloride in reaction. അപ്പൊ എന്താണ് ഈ റിയാക്ഷൻസിലാണെങ്കിൽ എന്താ ഹൈഡ്രജന്റെ പൊട്ടാസ്യത്തിന്റെ ഒന്നും ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിയാക്ഷൻസിൽ മാറുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്സിഡേഷൻ നമ്പറിൽ ആൽക്കലി മെറ്റൽസ് എന്താണ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ സ്റ്റേറ്റ് +1 ആയിരുന്നു, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് +2 ആയിരുന്നു. ഓക്സിജൻ ആണെങ്കിൽ എപ്പോഴും -2 ആയിരിക്കും, എക്സെപ്റ്റ് ഇവിടെ എലമെന്റൽ ഫോമിലോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ആരുമായിട്ട് സൂപ്പർ ഓക്സൈഡോ പെറോക്സൈഡോ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, അതൊക്കെ നമ്മൾ പറഞ്ഞു, എക്സെപ്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, this may also be noted that
ഹിയർ ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻ. എന്താണ് എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് അല്ല. അതിന്റെ എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്, കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിൽ ആർക്കെങ്കിലും ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നിട്ടുണ്ടോ? അവിടെ നോക്കുക, കാൽഷ്യത്തിന് ഇവിടെ +2 ആണ്, CaO വന്നപ്പോഴുണ്ട് അവിടെ +2 ആണ്. അവിടെ അപ്പൊ ചേഞ്ച് ഇല്ല. ഇനി ഇപ്പുറത്ത് നോക്കാം, CO3 CaCO3 C+4 ആയിരുന്നു, ഇവിടെയും +4 തന്നെ. O3 ഓയുടെയും -2 ആയിരുന്നു, ഇവിടെയും -2 തന്നെ, ഇവിടെ -2. ഇപ്പൊ എന്താണ് ഓക്സിജൻ ഒന്നിന്റെയും ഓക്സിജൻ സ്റ്റേറ്റിന് വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് അല്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ റിയാക്ഷൻസ് അതൊക്കെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. In a displacement reaction, an ion or an atom in a compound is replaced by an ion or atom of another element. It may be denoted as. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഇസഡ് എന്ന് പറയുന്ന അയോൺ ആദ്യം എന്തായിരുന്നു വൈയുടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ എക്സ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഇസഡ് ആരുടെ കൂടെ പോയി? എക്സിന്റെ കൂടെ പോയി. എന്ന് വെച്ചാൽ എക്സ് ഇവിടെ വൈനെ ഡിസ്പ്ലേസ് ചെയ്തു ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഫിറ്റ് ഇൻ ടു കാറ്റഗറീസ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് തന്നെ നമുക്ക് 2 തരമുണ്ട്. ഒന്ന് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്, രണ്ട് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ അത് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. A metal in a compound can be displaced by another metal in the uncombined state. ഈ എന്താണ് ഒരു അൺകമ്പൈൻഡ് സ്റ്റേറ്റുള്ള മെറ്റൽ ഓൾറെഡി കമ്പൈൻഡ് സ്റ്റേറ്റുള്ള മെറ്റലിന് അതിന്റെ എന്താണ് കോമ്പൗണ്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി കണ്ടതാണ് അല്ലേ? സിങ്ക് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, കോപ്പർ സിൽവർ ഡിസ്പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഓക്കെ, metal displacement reactions find many applications in metallurgical processes in which pure metals are obtained from their compounds in ores. അപ്പൊ എന്താണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്? എന്താണ് മെറ്റലർജിക്കൽ പ്രോസസ് അല്ലെങ്കിൽ മെറ്റൽസിന്റെ പ്യൂരിഫിക്കേഷനിൽ അവരുടെ കോമ്പൗണ്ടിൽ നിന്ന് പ്യൂർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു മെറ്റലിനെ കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ആ പ്യൂർ മെറ്റലിനെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിൽ ഇതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കോപ്പർ സൾഫേറ്റ് സിങ്കും കൂടെ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. കോപ്പർ സൾഫേറ്റ് സിങ്കും കൂടെ ഇട്ടാൽ സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇപ്പൊ സിങ്ക് സൾഫേറ്റും കോപ്പറും കിട്ടും. അപ്പൊ അവിടെ പ്യൂർ കോപ്പർ നമുക്ക് അവിടെ കിട്ടും. അതേപോലെ തന്നെ P2O5 വനേഡിയം പെന്റോക്സൈഡും കാൽഷ്യം കൂടെ, കാൽഷ്യം പോയി വനേഡിയത്തിന് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ KaCl4 മഗ്നീഷ്യവും. ഏതാണ് ഡിസ്പ്ലേസ് ചെയ്യുന്ന തീരുമാനിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ Cr2O3 അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാകുന്നു, ക്രോമിയം അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. In each case, the reducing metal is a better reducing agent than the one that is being reduced. അപ്പൊ എന്താണ് ഈ ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റൽ എന്താണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന മെറ്റലിനേക്കാൾ ഒരു വലിയ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമുക്ക് പറയാനുള്ളത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഏതാ നമുക്ക് നോക്കാം. ദ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻസ് ഇൻക്ലൂഡ് ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെന്റ് and rarely occurring reactions involving oxygen displacement. ഇപ്പൊ ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ റെയർലി എന്താണ് ഓക്സിജൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസും ഉണ്ട്. നമുക്ക് നോക്കാം. All alkali metals and some alkaline earth metals which are very good reductants will displace hydrogen from cold water. ഇപ്പൊ എന്താണ് ആൽക്കലി മെറ്റൽസും ചില ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതൊക്കെ കാൽഷ്യം സ്ട്രോൺഷ്യം പേരൊക്കെ എന്താണ് വാട്ടറിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ നോക്കുക, സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അവിടെ ഹൈഡ്രജൻ റിലീസ് ചെയ്തു, കാൽഷ്യവും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നത് അവിടെ ഹൈഡ്രജൻ റിലീസ് ചെയ്തു അല്ലേ? അതേപോലെ തന്നെ ലെസ് ആക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് മഗ്നീഷ്യം ആൻഡ് അയൺ റിയാക്ട് വിത്ത് സ്റ്റീം ടു പ്രൊഡ്യൂസ് ഡൈഹൈഡ്രജൻ ഗ്യാസ്. ഇപ്പൊ എന്താണ് ഇച്ചിരി ആക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആയിട്ടുള്ള മഗ്നീഷ്യവും അയണും ഒക്കെ എന്താണ് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, many metals including those which do not react with cold water are capable of displacing hydrogen from acids. ഇപ്പൊ എന്താണ് കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽസ് ചില മെറ്റൽസ് ഉണ്ട്, അവരെന്താണ് ആസിഡ്സിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഡൈഹൈഡ്രജൻ ഫ്രം ആസിഡ്സ് ഈവൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ സച്ച് മെറ്റൽസ് വിച്ച് ഡു നോട്ട് റിയാക്ട് വിത്ത് സ്റ്റീം. എന്താണ് സ്റ്റീമുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യാത്ത പല മെറ്റൽസും അങ്ങനെ ആസിഡ്സ് എന്താണ് ഹൈഡ്രജനെ റിലീസ് ചെയ്യാറുണ്ട്. കാഡ്മിയം ആൻഡ് ടിൻ ആർ ദി എക്സാമ്പിൾസ് ഓഫ് സച്ച് മെറ്റൽസ്. അതിന്റെ എക്സാമ്പിൾ ആണ് കാഡ്മിയവും ടിന്നും. എന്താണ് അവര് ആസിഡ്സിൽ നിന്നും ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യും, പക്ഷെ സ്റ്റീമിൽ നിന്ന് പോലും
അവർക്ക് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ആവുന്ന കുറച്ച് റിയാക്ഷന്റെ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. എന്താണ്? സിങ്കും HCl കൂടെ റിയാക്ട് ചെയ്ത് കണ്ട് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്തു. മഗ്നീഷ്യം HCl കൊണ്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്തു. അയണും HCl കൂടെ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെ പറയുന്നു എന്താണ് ഈ റിയാക്ഷൻസ് ഒക്കെ എന്താണ് ലബോറട്ടറി മെത്തേഡ് ഓഫ് ഡൈഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഇപ്പം ഹൈഡ്രജൻ ഗ്യാസിന്റെ ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് തന്നേക്കുന്ന റിയാക്ഷൻസ്. Here the reactivity of metals is reflected in the rate of hydrogen gas evolution. എന്താണ് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി എന്താണ്? അത് ഈ റിയാക്ഷനിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റേറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇപ്പം ആക്ടിവിറ്റി കൂടിയുള്ളൊരു പെട്ടെന്ന് കൂടുതൽ ഹൈഡ്രജൻ ഗ്യാസ് തരും. ഇപ്പൊ സ്ലോവസ്റ്റ് ആയിട്ടുള്ള ആരാണ്? ഇവിടെ അയൺ ആണ് ഏറ്റവും സ്ലോവസ്റ്റ്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി ആണ് ഏറ്റവും കുറവ്. ഫാസ്റ്റസ്റ്റ് ആയിട്ട് തരുന്നത് നമ്മുടെ മഗ്നീഷ്യം ആണ്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. Very less active metals which may occur in the native state such as silver and gold do not react even with hydrochloric acid. അപ്പൊ എന്താണ് ഈ സിൽവറും ഗോൾഡും എന്താണ് ഒരു ആസിഡ്സിൽ നിന്ന് റിയാക്ട് ചെയ്ത് എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യിക്കാറില്ല. സെക്ഷൻ 7.2.1 എന്താണ് നമ്മൾ നേരത്തെ കണ്ട ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. എന്താണ് നമ്മൾ എന്താണ് കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഇടുന്നു, അങ്ങനെയുള്ള ആ റിയാക്ഷൻസ് ഒക്കെ നടന്നില്ല. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ് റിയാക്ടിവിറ്റി ഓർഡറിൽ നമ്മൾ പഠിച്ചു. സിങ്ക് ഗ്രേറ്റർ ദാൻ കോപ്പർ ഗ്രേറ്റർ ദാൻ സിൽവർ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ലൈക്ക് മെറ്റൽസ് ആക്ടിവിറ്റി സീരീസ് ഓൾസോ എക്സിസ്റ്റ് ഫോർ ദി ഹാലജൻസ്. ഇപ്പൊ മെറ്റൽസിനെ പോലെ തന്നെ എന്താണ് ഇങ്ങനെ ആക്ടിവിറ്റി സീരീസ് ഹാലജൻസിനും ഉണ്ട്. ദ പവർ ഓഫ് ദീസ് എലമെന്റ്സ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്സ് decreases as we move down from fluorine to iodine. ഇപ്പൊ എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴോട്ട് വരുന്നതോടെ എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഇവരുടെ കഴിവ് കുറഞ്ഞു വരിക. This implies that fluorine is so reactive that it can replace chloride, bromide and iodide ions in solution. ഇപ്പൊ എന്താണ് ഫ്ലൂറിൻ ആണ് ഇവിടെ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ അവര് ഫ്ലൂറിൻ എന്താണ് ക്ലോറൈഡിനെയും ബ്രോമൈഡിനെയും അയോഡൈഡ് അയൻസിനെയൊക്കെ സൊല്യൂഷൻ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, in fact fluorine is so reactive that it attacks water and displaces the oxygen of water. അപ്പൊ എന്താണ് വാട്ടറുമായിട്ട് പോലും ഫ്ലൂറിൻ റിയാക്ട് ചെയ്താണ് ഓക്സിജനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ അതിന്റെ ആ റിയാക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. വാട്ടറും ഫ്ലൂറിനും കൂടെ റിയാക്ട് ചെയ്തവിടെ O2 അവിടെ ലിബറേറ്റ് ചെയ്യും. It is for this reason that the displacement reactions of chlorine, bromine and iodine using fluorine are not generally carried out in the aqueous solution. അതുകൊണ്ടാണ് ഈ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ഫ്ലൂറിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഇതിനെ ഫ്ലോറിനെയും ബ്രോമൈഡിനെയും അയോഡൈഡിനെയും ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസുകൾ അക്വസ് സൊല്യൂഷൻസിൽ നടത്താറില്ല. ഓൺ ദി അതർ ഹാൻഡ് ക്ലോറിൻ ക്യാൻ ഡിസ്പ്ലേസ് ബ്രോമൈഡ് ആൻഡ് അയോഡൈഡ്. ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ പവർ ഉള്ള ആർക്കാണ്? ക്ലോറിനാണ്. അപ്പൊ ക്ലോറിൻ എന്താണ് ബ്രോമൈഡിനെ അയോഡൈഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ക്ലോറിൻ ബ്രോമൈഡ് അയനായിട്ട് റിയാക്ട് ചെയ്ത് ബ്രോമിനെ റിലീസ് ചെയ്യുന്നു. ക്ലോറിൻ അയോഡൈഡ് റിയാക്ട് ചെയ്ത് അയോഡൈഡിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, as bromine and iodine are colored and dissolved in CCl4 can easily be identified from the color of the solution. അപ്പൊ എന്താണ് ഈ റിലീസ് ചെയ്യുന്ന ബ്രോമിൻ അയോഡിൻ എന്താണ് CCl4 നമ്മൾ ഡിസോൾവ് ചെയ്ത് കളർ ചേഞ്ച് നമുക്ക് ഈ റിയാക്ഷൻസിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബ്രോമിന്റെയും അയോഡിന്റെയും ബ്രോമൈഡ് അയണോ അയോഡൈഡ് അതിന്റെ പ്രസൻസ് നമ്മൾ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഈ ക്ലോറിൻ വെച്ച് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്താണ്. അപ്പൊ ആ റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസ് ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്? ലെയർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. It may be not be out of place to mention here that bromine likewise can displace iodide ion in solution. അപ്പൊ എന്താണ് ക്ലോറിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനുശേഷം അയഡിനേക്കാളും ഓക്സിഡൈസിംഗ് പവർ ഉള്ള ആർക്കാണ്? ബ്രോമിൻ ആണ്. അപ്പൊ ബ്രോമിൻ എന്താണ് അയോഡൈഡ് അയനെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. ബ്രോമിനും അയോഡൈഡ് അയനും കൊണ്ട് എന്താണ് റിയാക്ട് ചെയ്താൽ അയോഡിൻ ഗ്യാസ് എന്താണ് അയോഡിൻ നമുക്ക് സോളിഡ് ആയിട്ട് പുറത്ത് കിട്ടും. ഓക്കെ, the halogen displacement reactions have very direct industrial application. The recovery of halogens from their halides require an oxidation process, which is represented by നമുക്ക് ഹാലൈഡ് അയോൺസിനെ ഹാലജൻസ് റിയാക്ട് ചെയ്ത് നമുക്ക് ഹാലജൻസ് അവിടെ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ ആലോചിക്കുക നമുക്ക് ഈ റിയാക്ഷൻ വഴി എന്താണ് അയഡിനും ബ്രോമിനെയും ക്ലോറിനെയും ഒക്കെ എങ്ങനെ നമുക്ക് എന്താണ് ഡിസ്പ്ലേസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഫ്ലൂറിനെ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫ്ലൂറിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന ഹാലജൻസ് വേറെ ഇല്ല. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസ്. അപ്പൊ എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ?
അപ്പൊ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് പഠിച്ചെന്താണ്, റിയാക്ഷൻസിന്റെ ഓക്സിഡേഷനും റിഡക്ഷനും കൂടെ ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ? ഒരേ കോമ്പൗണ്ടിൽ എന്താണ് ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നാൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഇത് എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. Disproportionate reactions are a special type of redox reaction. In a disproportionate reaction, an element in one oxidation state is simultaneously oxidized and reduced. അപ്പൊ എന്താണ് ഒരു ഓക്സിഡൈസ് സ്റ്റേറ്റുള്ള ഒരു എലമെന്റ് ആ എലമെന്റിന് തന്നെ സൈമൾട്ടേനിയസ്ലി എന്ത് നടക്കും? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. One of the reacting substances in the disproportionation reaction always contains an element that can exist in at least 3 oxidations. അപ്പൊ ഈ ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കുന്ന എലമെന്റ് എന്താണ്? മിനിമം 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിലും ഉണ്ടാവണം. എന്നാലേ ആലോചിക്കുമ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന എലമെന്റിന് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണം അല്ലേ? ഇപ്പൊ എക്സ് 0 ആണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എക്സ് 0യേക്കാളും 1 എന്താണ് കൂടുതലുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. റിഡക്ഷൻ നടന്നാൽ അതിനേക്കാളും ചെറിയ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണം അല്ലേ? അപ്പൊ അങ്ങനെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിലും മിനിമം കാണിക്കാൻ പറ്റുന്ന എലമെന്റ്സിന് എന്ത് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. The element in the form of reacting substance is in the intermediate oxidation state. ഇപ്പൊ റിയാക്ട് ചെയ്യുന്ന എലമെന്റ് എന്താണ്? ആ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. എന്നാലേ ഓക്സിഡേഷനും റിഡക്ഷനും അതിനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. And both higher and lower oxidation state of that element are formed in the reaction. അപ്പൊ ഹയറും ലോവറും ഫോം ചെയ്യും. The decomposition of hydrogen peroxide is a familiar example of the reaction. ഇപ്പൊ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ എന്താണ്? ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പെറോക്സൈഡിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ. അപ്പൊ -1 എന്ത് പറ്റുന്നു? എന്താണ് ഇതിന്റെ ഡീകമ്പോസിഷനിൽ O2 ഫോം ചെയ്യുന്നുണ്ട്, വാട്ടറും ഫോം ചെയ്യുന്നു. അപ്പൊ വാട്ടറിലും എന്താണ് ഓക്സിജൻ സ്റ്റേറ്റ് -2 ആണ്. ഓക്സിജൻ എലമെന്റൽ ഓക്സിജനിൽ 0 ആണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ മൈനസ് ഉണ്ടായിരുന്ന ഓക്സിജൻ തന്നെ എന്ത് പറ്റി? ഓക്സിഡേഷൻ റിഡക്ഷനും പറ്റി. ഇവിടെ റിഡക്ഷനും ഇവിടെ ഓക്സിഡേഷനും നടന്നു. അപ്പൊ ഒരേ എലമെന്റിന് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് എന്തായിട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ നടന്നു നമുക്ക് പറയാം. ഓക്കെ. Here, the oxygen of peroxide, which is present in -1 state, is converted to 0 oxidation state in O2 and decreases to -2 oxidation state in H2. എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? -1 ഓക്സിഡേഷൻ പെറോക്സൈഡിലുണ്ടെന്ന -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന ഓക്സിജൻ തന്നെ എന്തായി? -2 ഉള്ള വാട്ടറുമായി 0 ആയിട്ടുള്ള എലമെന്റൽ ഓക്സിജനും ആയിട്ട് മാറും. ഓക്കെ. Phosphorus, sulfur and chlorine undergo disproportionation in the alkaline medium as shown below. അപ്പം ഫോസ്ഫറസ്, സൾഫറിന്റെയും ക്ലോറിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആൽക്കലൈൻ മീഡിയത്തിലുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ നോക്കുക, ഫോസ്ഫറസ്, എലമെന്റൽ ഫോസ്ഫറസ് P4 എന്ന് പറയുന്നത് റെഡ് ഫോസ്ഫറസ് ആവാം. അതെന്തായി? PH3 അല്ലെങ്കിൽ ഫോസ്ഫൈൻ ആയിട്ട് മാറി. ഇപ്പൊ എന്തായി? 0 -3 അവിടെ റിഡക്ഷൻ നടന്നു. അതേപോലെ തന്നെ P4 H2PO2 ആയിട്ട് മാറി. അപ്പൊ അവിടെ ഫോസ്ഫറസ് ഓക്സിജൻ സ്റ്റേറ്റ് +1 ആണ്. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പൊ ഫോസ്ഫറസിന് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നുകൊണ്ട് അതിന് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ. അടുത്ത് നോക്കുകയാണെങ്കിൽ സൾഫർ S8 എന്താന്നു? H2- ആവുന്നു, H2O3 2- ആവുന്നു. അത് നോക്കുകയാണെങ്കിൽ 0 -2 ആയിരിക്കും. അത് റിഡക്ഷൻ ആയി. ഇവിടെ 0 +2 പോയി. അപ്പൊ എന്ത് ഓക്സിഡേഷൻ നടന്നു. അപ്പൊ അതും ഡിസ്പ്രപ്പോർഷനേഷൻ അവിടെ നടന്നു. അടുത്ത Cl2 ClO- ആയി, Cl- ആയി. ClO- 0 +1 പോയി. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നടന്നു. 0 -1 പോയതുകൊണ്ട് റിഡക്ഷൻ നടന്നു. അപ്പൊ അതും ഡിസ്പ്രപ്പോർഷനേറ്റ് റിഡക്ഷൻ. ഓക്കെ. The reaction 7.48 the chlorinium OH- ആയിട്ടുള്ള അവസാനത്തെ റിയാക്ഷൻ. It describes the formation of household bleaching agents. അപ്പൊ ബ്ലീച്ചിങ് പൗഡറിന്റെ മാനുഫാക്ചർ പ്രോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The hypochlorite ion formed in the reaction oxidizes the color bearing stains of the substances, കളർലെസ് സബ്സ്റ്റൻസ്. ഇപ്പൊ എന്താണ് ഈ ഹൈപ്പോക്ലോറൈറ്റ് അയോൺ? ഇതാണ് എന്ത്? കളർ സബ്സ്റ്റൻസിന്റെ കളഞ്ഞുകൊണ്ട് ബ്ലീച്ചിങ് നടത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ.
It is of interest to mention here that whereas bromine and iodine follow the same trend as exhibited by chlorine in the reaction. അയഡിൻ ആയാലും എന്താണ് ഈ റിയാക്ഷൻ ഈ കാണിക്കുന്ന 7.48 റിയാക്ഷനിൽ പങ്കെടുത്താലും നമുക്ക് സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് കിട്ടും. വേറെ ഫ്ലൂറിൻ ഷോസ് ഡീവിയേഷൻ ഫ്രം ദിസ് പക്ഷേ ഫ്ലൂറിൻ എന്താണ് ഈ റിയാക്ഷൻ ഇതേപോലെയല്ല തരാം. അത് ആൽക്കലൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്ലൂറിൻ ആൽക്കലൈഡ് റിയാക്ട് നമുക്ക് അവിടെ F- OF2 H2 ആണ് കിട്ടുന്നത്. ഓക്കെ, it is be noted that with care that fluorine reaction will undoubtedly attack water to produce. അപ്പൊ നമുക്ക് പറഞ്ഞു ഫ്ലൂറിനും ആൽക്കലൈനും ഉള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞത് അതിനകത്ത് F- OF2 H2 ഉണ്ടാകുന്ന പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ വാട്ടറുമായിട്ട് വീണ്ടും ഫ്ലൂറിൻ റിയാക്ട് ചെയ്യും. എന്താണ് അത് റിയാക്ട് ചെയ്ത് അവിടെ ഓക്സിജൻ ഗ്യാസും കൂടെ ലിബറേറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഫ്ലൂറിൻ ആൽക്കലൈറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്താ നമുക്ക് ചോദിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് F- കിട്ടും, OF2 കിട്ടും, ഓക്സിജനും കിട്ടും. പിന്നെ ഫ്ലൂറിൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ അവിടെ കാണിക്കുക, അതിന്റെ കൂടെ ഒരു ട്രേസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ നമുക്ക് ഇവിടെ കിട്ടുമെന്ന് അവിടെ കാണിക്കുക. ഓക്കെ, ഇവിടെ HF കിട്ടും, വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കൂടെ HF എന്ന പ്രോഡക്റ്റും കിട്ടും. ഈ രണ്ട് പ്രോഡക്റ്റ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പൊ അതും ഇവിടെ കാണും. ഓക്കെ, HF ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന F-. ഓക്കെ, this departure shown by fluorine is not surprising for us as we know the limitation of fluorine that being the most electronegative element it cannot exhibit any positive oxidation state. ഇപ്പൊ എന്താണ് ഇതിനകത്ത് ഫ്ലൂറിൻ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഫ്ലൂറിൻ എപ്പോഴും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 0 കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ ഉള്ള എന്താണ് ചാൻസ് ഫ്ലൂറിൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഹാലജൻസ് ഫ്ലൂറിന് മാത്രം ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഫ്ലൂറിന് മാത്രം ഹാലജൻസിൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് പറയാനുള്ളത് ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. പാരഡോക്സ് ഓഫ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ. Sometimes we come across with certain compounds in which the oxidation number of a particular element in the compound is in fraction. അപ്പൊ ചില സമയത്ത് ചില കോമ്പൗണ്ടിൽ നമ്മളെ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് തന്നേക്കുന്നത് C3O2, Br3O8, NO2, S4O6. അപ്പൊ അതിനകത്ത് C3O2 കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 4/3 ആണ്, Br3O8 ബ്രോമിൻ 16/3 ആണ്, Na2 S4O6 എന്താണ് 5/2 അല്ലെങ്കിൽ 2.5 ആണ്. ഓക്കെ, we know that the idea of a fractional oxidation number is unconvincing to us because electrons are never shared or transferred in fraction. ഈ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ എന്ന കൺസെപ്റ്റ് നമുക്ക് ഇത്ര കൺവിൻസിങ് അല്ല. കാരണം നമുക്ക് നമ്മൾ ഇതെടുത്ത എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു എന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന സാധനം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നാലേ നമുക്ക് ഫ്രാക്ഷൻസ് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാധനം നടക്കുന്നില്ല. Actually, this fractional oxidation state is the average oxidation state of the element under examination. ഈ സത്യത്തിൽ ഈ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എലമെന്റിന്റെ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ശരിക്കുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് അങ്ങനെയല്ല. കാരണം നമുക്ക് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. ഇപ്പൊ C3O2 സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ അവിടെ നോക്കുവാണെങ്കിൽ നടുക്ക് വയ്ക്കുന്ന കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, അപ്പുറത്ത് ഇപ്പുറത്തുള്ള കാർബണിന്റെ +2 ആണ്. പക്ഷെ നമ്മൾ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് 4/3 കിട്ടുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല, ഓരോ കാർബണും സെപ്പറേറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ Br3O8 എന്ന് പറയുന്നത് അവിടെ നടുക്കുന്ന കാർബൺ ഓക്സിജൻ സ്റ്റേറ്റ് +4ഉം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിന് +6ഉം ആണ്. ഈ സ്ട്രക്ചർ വരച്ച് ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് അറിയും. ഇപ്പൊ ഫ്രാക്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചർ വരച്ചാൽ ഓരോന്നിന്റെയും ഓക്സിജൻ സ്റ്റേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അടുത്ത S4O6 നമുക്ക് അടുക്കിക്കുന്ന 2 സൾഫർ ഓക്സിജൻ സ്റ്റേറ്റ് 0 ആണ്, അപ്പുറത്ത് ഇപ്പുറത്തുള്ളതിന് +5 ആണ്. അതാണ് പിന്നെ നമ്മൾ 10/4 എടുക്കുമ്പോൾ 2.5 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ സ്ട്രക്ചർ വെച്ച് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയുക. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. റിഡോക്സ് റിയാക്ഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ആ 2 മെത്തേഡ്സ് നമ്മൾ ഇനി അടുത്ത പഠിക്കും. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്,
രണ്ടാമത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ആദ്യം നമുക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ഒരു റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം നമുക്ക് നോക്കാം. In writing equations for oxidation reduction reactions, just as for other reactions, the compositions and formulas must be known for the substances that react and for the products that are formed. അപ്പൊ എന്താണ് ഒരു ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ ആദ്യം റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് അതിന്റെ സ്കെൽറ്റൽ ഫോർമുല നമുക്ക് എഴുതാൻ അറിയണം. ഓക്കെ, ദ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഇസ് നോ ബെസ്റ്റ്. അപ്പൊ എന്താണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് സ്റ്റെപ്സ് ആണ് നമുക്ക് ആദ്യം പറയാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ഫോർമുല ഫോർ ഈച്ച് റിയാക്ട് ആൻഡ് പ്രൊഡക്റ്റ്. ഓരോ റിയാക്ടിന്റെയും പ്രൊഡക്റ്റിന്റെയും കറക്റ്റ് ഫോർമുല ആദ്യം എഴുതുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ ആറ്റംസ് വിച്ച് അണ്ടർഗോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇൻ ദി റിയാക്ഷൻസ് ബൈ അസൈനിങ് ദി ഓക്സിഡേഷൻ നമ്പർ ടു ഓൾ എലമെന്റ്സ് ഇൻ ദി റിയാക്ഷൻ. അപ്പൊ അതിനകത്ത് എന്താണ്? ആ ഫോർമുല എഴുതിയിട്ട് അതിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എഴുതുക. എന്നിട്ട് അതിനകത്ത് ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ഏതിനാണ് റിഡക്ഷൻ നടക്കുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, calculate the increase or decrease in the oxidation number per atom and for entire molecular ion in which it occurs. അപ്പൊ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എത്ര കൂടുന്നോ എത്ര കുറയുന്നോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് if these are not equal then multiply by suitable number so that these become equal. ഇപ്പൊ കൂടുന്നതും കുറയുന്നതും ഈക്വൽ ആയിട്ടല്ല ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് നമ്മൾ രണ്ടിനെയും കൂടെ ഈക്വൽ ആക്കുക. ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിനെയും നമ്മൾ ഈക്വൽ ആക്കണം. ഓക്കെ, ഈ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? Ascertain the involvement of ions if the reaction is taking place in water. Add H plus or OH minus to components into the expression on the appropriate side. So the total ionic charges of reactants and products are equal. ഇപ്പൊ നമ്മൾ ആദ്യം എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിന്റെ ഇൻക്രീസും ഡിക്രീസും നമ്മൾ ഈക്വൽ ആക്കിയതിനു ശേഷം ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് നമ്മൾ എന്താണ് രണ്ട് സൈഡിൽ ഈക്വൽ ആക്കണം. റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് നമ്മൾ ഈക്വൽ ആക്കണം. എങ്ങനെ? H പ്ലസോ OH മൈനസോ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ എന്താണ് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിലെയും അയോൺസിന്റെ നമ്പർ നമ്മൾ ഈക്വൽ ആക്കുക. ടോട്ടൽ അയോണിക് ചാർജ് നമ്മൾ ഈക്വൽ ആക്കുക. ഓക്കെ, എങ്ങനെ? അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ H പ്ലസ് ഒരു സൈഡിൽ ആഡ് ചെയ്യും, ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ OH മൈനസ് നമ്മൾ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിലെയും ടോട്ടൽ അയോണിക് ചാർജ് നമ്മൾ ബാലൻസ് ചെയ്യും. Make the number of hydrogen atoms in the expression on the two sides equal by adding water molecules to the reactants or products. ഇപ്പൊ നമ്മൾ രണ്ട് സൈഡിലെയും ഹൈഡ്രജൻ ആറ്റത്തിനെ ബാലൻസ് ചെയ്യണം. എങ്ങനെ? H2O ഏതെങ്കിലും സൈഡിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ആറ്റംസിനെ നമ്മൾ ബാലൻസ് ചെയ്യാം. Now also check the number of oxygen atoms. എന്നിട്ട് ഓക്സിജൻ ആറ്റംസ് കറക്റ്റ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാം ഈക്വൽ ആണെങ്കിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ടൊരു റിയാക്ഷൻ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ടി ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. പ്രോബ്ലം 7.8. Write the net ionic equation for the reaction of potassium dichromate with sodium sulfite in an acidic solution. അപ്പൊ acidic solution ആണ് റിയാക്ഷൻ നടക്കുന്നത് നോക്കാം. അപ്പൊ എന്താണ് നമ്മൾ അവസാനം H പ്ലസ് ആണ് ആഡ് ചെയ്ത് അയോൺ ബാലൻസ് ഉള്ളത് അതിനുള്ള ഹിന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആസിഡ് സൊല്യൂഷൻ ആണ് റിയാക്ഷൻ നടക്കുന്നത് പറയുന്നത്. ഇപ്പൊ Cr2O2 മൈനസും SO3 മൈനസും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്താണ് ക്രോമിയം അയോണും കിട്ടുന്നത്. Cr3 പ്ലസ് അയോണും സൾഫേറ്റ് അയോണും കിട്ടുന്നത്. അപ്പൊ ആ റിയാക്ഷൻ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. Cr2O7 മൈനസ് അയോണും SO3 മൈനസ് അയോണും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് Cr3 പ്ലസും SO4 2 മൈനസും കിട്ടും. ഓക്കെ, അപ്പൊ Cr2O7 2 മൈനസിൽ ക്രോമിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? ഇപ്പൊ നമുക്ക് ഇവിടെ 2x മൈനസ് 14 നമുക്ക് -2 കിട്ടും. 2x മൈനസ് 14 നമുക്ക് 2x = 12 കിട്ടും. ഇവിടെ ഓരോന്നും നമുക്ക് +6 കിട്ടും. ക്രോമിയം ഇവിടെ +6 സ്റ്റേറ്റ് ആണ് ഉള്ളത്. വേറെ കളർ എഴുതും, കൺഫ്യൂഷൻ ആണ്. ഇവിടെ +6 ആണുള്ളത്. ഓക്കെ, SO3 മൈനസ് SO3 മൈനസ് SO3 2 മൈനസ് ഓക്കെ, SO3 2 മൈനസ് അയോൺ SO3 2 മൈനസ് അയോൺ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? അറിയാം, സൾഫർ ഓക്സൈഡ് സ്റ്റെപ്പ് എന്ത് കിട്ടും? ആ വാല്യൂക്ക് നോക്കുക. x മൈനസ് 6 നമുക്ക് -2 കിട്ടും. x എന്ത് വരും? 6 മൈനസ് 2 നമുക്ക് 4 വരും. ഇവിടെ +4 സ്റ്റേറ്റിലാണ് സൾഫർ ഉള്ളത്. അതേപോലെ ഇവിടെ ക്രോമിയം 3+ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇവിടെ SO4 2 മൈനസ് സൾഫർ ഓക്സൈഡ് എന്ത് വരും? x മൈനസ് 8 നമ്മൾ -2 എടുത്താൽ ഇവിടെ +6 വരും. ഇപ്പൊ ഇവിടെ സൾഫർ ഓക്സൈഡ് +6 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഇത് എഴുതി. പിന്നെ നമ്മൾ എന്താ ക്രോമിയത്തിന്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്തൊരു 2 കൂടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ,
ഇത്ര നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എത്ര ഇൻക്രീസ് ആവുന്നു എത്ര ഡിക്രീസ് ആവുന്നു നോക്കാം. ആദ്യം +6 നിന്ന് +3 പോയി. അപ്പൊ എത്ര ഡിക്രീസ് ബൈ ഡിക്രീസ് ബൈ 3 അല്ലേ? ഇവിടെ റിഡക്ഷൻ ആണ്, ഡിക്രീസ് ബൈ 3 ആണ്. ഇനി രണ്ടാമത് നോക്കുക, SO3 2 SO4 2 മാറുന്നു. അപ്പൊ എന്താണ് ഇവിടെ ഓക്സിഡേഷൻ ആണ് നടന്നത്, ഇൻക്രീസ് ബൈ 2 നടന്നു. അപ്പൊ ആ സാധനം നമ്മളോട് എന്താ ഓരോന്നിനും നമ്മൾ ആ നമ്പേഴ്സ് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോറി, ഇത് നമ്മൾ ആദ്യം ഇടേണ്ട ആവശ്യമില്ലായിരുന്നു, ഈ 2 ഇടണ്ടാവും. ഓക്കെ, നമ്മൾ ഈ -3 ഡിക്രീസ് ബൈ 3 നമ്മൾ 2 വെച്ച് ഇൻറ്റു ചെയ്യുന്നു, ഇൻക്രീസ് ബൈ 2 നമ്മൾ 3 വെച്ച് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ രണ്ടിടത്ത് നമുക്ക് 6 എന്നുള്ള ഒരു കോമൺ നമ്പർ കിട്ടും. അപ്പൊ നമ്മൾ അപ്പുറത്ത് ഇൻറ്റു ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ Cr2O7 2 പ്ലസ് 3SO3 2 gives 2Cr3 plus 3SO4 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പുറത്തെ നമ്പർ നമ്മൾ ഇൻറ്റു ചെയ്തു. ഇനി നോക്കുക, നമ്മൾ ഇൻക്രീസും ഡിക്രീസും നമ്മൾ ഈക്വൽ ആക്കി. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, അയോണിക് ചാർജ് നമ്മൾ ഈക്വൽ ആക്കണം. അയോണിക് ചാർജ് ഈക്വൽ ആക്കാൻ നമ്മൾ നോക്കാം. ഇപ്പുറത്തെ സൈഡിലൊക്കെ എത്ര ചാർജ് ഉണ്ട്, ഇവിടെ നമുക്ക് ഒരു 2 ഉണ്ട്, ഇവിടെ 3 × 2 ഒരു 6 ഉണ്ട് അല്ലേ? ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 2 × 3 + 6 ഉണ്ട്, 3 2 0 3 × 2 നമുക്ക് -6 ഉണ്ട്. നോക്കുവാണെങ്കിൽ നമുക്ക് നെറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു -8 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. അപ്പൊ നോക്കാം, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്താണ് ഒരു -8 ചാർജ് എക്സ്ട്രാ ഉണ്ട്. അപ്പം ഈ അയോണിക് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ലെഫ്റ്റ് സൈഡിൽ ഒരു അസിഡിക് മീഡിയം ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 8H+ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, അത് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും Cr2O7 2 plus 3SO3 2 plus 8H+ gives 2Cr3 plus 3SO4 2 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും അയോണിക് ചാർജ് നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത് എന്താ വേണ്ട, ഈ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടറിനെ ഇട്ട് കൊടുക്കണം. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ 8 ഹൈഡ്രജൻ ഉണ്ട്, ഇപ്പുറത്ത് ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ ഹൈഡ്രജൻ വരുത്താൻ വേണ്ടി എന്താണ്, ഇപ്പുറത്ത് നമ്മളൊരു 8 വാട്ടറിന് ബാലൻസ് നമ്മൾ എത്ര വാട്ടർ ആഡ് ചെയ്യണം, 4 വാട്ടറും കൂടെ ആഡ് ചെയ്താൽ മതി. ഒരു H2O 2 ഹൈഡ്രജൻ ഉണ്ട്, ഇപ്പുറത്ത് നമ്മളൊരു 4 വാട്ടറും കൂടെ ആഡ് ചെയ്യും, പ്ലസ് ഒരു 4H2 കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം ബാലൻസ് ആയി നോക്കുക. ഓക്സിജന്റെ നമ്പർ, ഹൈഡ്രജൻ നമ്പർ, ഹൈഡ്രജൻ നമ്പർ ഓൾറെഡി ബാലൻസ് ചെയ്തു. ഓക്സിജൻ നമ്പർ ബാലൻസ്ഡ് ആണോ നോക്കുക. ഇവിടെ നമുക്ക് എത്ര ഓക്സിജൻ ഉണ്ട്, 3 × 4 ഓക്സിജൻ. ഇപ്പൊ ഇവിടെ 12 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 16 ഓക്സിജൻ ഉണ്ട്. ഇപ്പുറത്ത് നോക്കുക, ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 3 × 3 9 ഓക്സിജൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെയും 16 ഓക്സിജൻ ആയി. ഇപ്പം നമ്മൾ വാട്ടറിനെ ബാലൻസ് ചെയ്ത് ഹൈഡ്രജനെ ബാലൻസ് ചെയ്തപ്പോൾ ഓക്സിജനും ബാലൻസ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്നുള്ളത്. പിന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. പെർമാംഗനേറ്റ് അയോൺ ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്ത് MnO4- ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് MnO2 Bro3 എഴുതി. അപ്പൊ ഇത് നമുക്ക് ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ്. ഇപ്പൊ MnO4- എന്താ, മാംഗനീസ് +7 സ്റ്റേറ്റിലാണ്, Br- -1 ആണ് അറിയാം. MnO2 +4 ആണ്, Bro3 -ല് +5 ആണ് അല്ലേ. അപ്പൊ ഇവിടെ Mn ആണെങ്കിൽ എന്താ +7 നിന്ന് +4 പോയി, എന്ന് വെച്ചാൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഡിക്രീസ് ബൈ എത്ര, 3. ബ്രോമിൻ ആണെങ്കിൽ -1 നിന്ന് +5 പോയി. അപ്പൊ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇൻക്രീസ് ബൈ 6. അപ്പൊ രണ്ടിടത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസും ഡിക്രീസും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ ഡിക്രീസ് ബൈ 3 മാത്രം നമ്മൾ എന്താ ഒരു ×2 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ റിയാക്ഷൻസ് എഴുതാം, 2 MnO4-
plus Br minus gives 2MnO2 plus BrO3 minus. അപ്പൊ നമ്മൾ ഇൻഡിറ്റു ഇട്ടുകൊടുത്തതിന് മാത്രം നമ്മൾ ചെയ്യാം. ഇത് ബാലൻസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ബാലൻസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ചാർജ് ബാലൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ നടത്തുന്ന ആസിഡിക് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ? നമ്മൾ നടത്തുന്നത് ബേസിക് മീഡിയമാണ്. അപ്പൊ നമ്മൾ OH ആണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം ഇവിടെ എത്ര ടോട്ടൽ ചാർജ് ഉണ്ട്? ഇവിടെ 2 മൈനസ് ഉണ്ട്, ഇവിടെ 1 മൈനസ് ഉണ്ട്, ഇവിടെ 0, ഇവിടെ 1 മൈനസ് ഉണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 മൈനസ് ഉണ്ട്, ഇവിടെ 1 മൈനസ് ഉണ്ട്. OH മൈനസ് നമ്മൾ ഇട്ട് കൊടുക്കണ്ട. അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ മൈനസ് ബാലൻസ് ആണ്. അപ്പൊ അത് മൈനസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ 2 OH കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് gives 2MnO2 plus BrO3 minus plus 2OH minus. അപ്പൊ നമ്മൾ ചാർജും ബാലൻസ് ചെയ്തു. ചാർജ് ബാലൻസ് ചെയ്തതിനു ശേഷം നമ്മൾ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യും. ഹൈഡ്രജൻ ബാലൻസ് ചെയ്ത് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ 2 H ഉണ്ട് അല്ലേ? ഇപ്പൊ 2 H ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യാം. അപ്പൊ 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് plus H2O gives 2MnO2 plus BrO3 minus plus 2OH minus. ഇനി ഓക്സിജൻ ബാലൻസ് ആയി നോക്കാം. ഇവിടെ 8 ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജൻ, ഇവിടെ 9, മൊത്തത്തിൽ 9 ഓക്സിജൻ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അത് എത്രയായി? 9 ഓക്സിജൻ. അപ്പൊ ഓക്സിജനും നമ്മൾ ഹൈഡ്രജൻ ബാലൻസ് ചെയ്തപ്പോൾ ഓക്സിജൻ അവിടെ ബാലൻസ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ബാലൻസ് ചെയ്യുന്നത്? ഓക്കെ, ഇനി അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. In this method, the two half equations are balanced separately and then added together to give balance equation. അപ്പൊ എന്താണ് ഇവിടെ ഒരു ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും ആ റിയാക്ഷൻ നമ്മൾ 2 സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ആ 2 ഇക്വേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവസാനം ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാലൻസ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ Fe2 plus Fe3 plus എന്ന ഓക്സിഡേഷൻ ഉണ്ട്, Cr2O7 2 മൈനസ് Cr3 plus എന്ന ഒരു റിഡക്ഷൻ ഉണ്ട്. നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതാം. എന്താണ് അൺബാലൻസ് ഇക്വേഷൻ എഴുതുക. എന്താണ് സ്റ്റെപ്പ് 1? അതാണ് Fe2 പ്ലസും Cr2O7 2 മൈനസ് കൊണ്ട് റിയാക്ട് ചെയ്ത് നമുക്ക് Fe3 പ്ലസും Cr3 പ്ലസും ഉണ്ടായി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നു. ഇവിടെ ഓക്സിഡേഷൻ ഹാഫ് എന്താണ് നോക്കുക. ഓക്സിഡേഷൻ ഹാഫ് എന്താ? ഇവിടെ Fe2 പ്ലസ് Fe3 പ്ലസ് എന്നാണ് ഓക്സിഡേഷൻ. പിന്നെ Cr2O7 2 മൈനസ് Cr3 പ്ലസ് എന്നാണ് റിഡക്ഷൻ. അത് നമ്മൾ സെപ്പറേറ്റ് ആക്കി എഴുതുക, ഹാഫ് റിയാക്ഷൻസ് ആക്കി എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആറ്റംസിന് അടുത്ത ബാലൻസ് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് Fe എന്താണ്? ഓക്സിഡേഷൻ ഹാഫിൽ രണ്ടിടത്തും ഈക്വൽ ആണ്, ഒന്നേ ഉള്ളൂ. പക്ഷെ Cr-ന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ റിഡക്ഷൻ ഹാഫിൽ ഇവിടെ ഇപ്പുറത്ത് 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ 2 ഇട്ട് കൊടുക്കും. അതാണ് നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Cr2O7 മൈനസ് 2 Cr3 പ്ലസ്. ഞാൻ ആസിഡ് മീഡിയത്തിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചാർജ് അപ്പൊ നമ്മൾ എന്താണ് ഈ അടുത്ത ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് അടുത്ത വാട്ടർ ഇട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ 7 ഓക്സിജൻ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ 7 വാട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ H+ ഇട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ 7 വാട്ടറിൽ ഇപ്പുറത്ത് 14 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 14 H+ നമ്മൾ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കും. Fe2 പ്ലസ് Fe3 പ്ലസ് ആവുന്നതിൽ അവിടെ എന്താണ് ഓക്സിജനും ഹൈഡ്രജനും ഒന്നും ഇല്ല. അപ്പൊ അവിടെ നമുക്കൊന്നും ബാലൻസ് ചെയ്യാനില്ല. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തതിനു ശേഷം എന്താണ് ആഡ് ഇലക്ട്രോൺസ് ടു വൺ സൈഡ് ഓഫ് ദി ഹാഫ് റിയാക്ഷൻ ടു ബാലൻസ് ദി ചാർജ്. ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോൺസിനെയും കൂടെ ആഡ് ചെയ്യാം. Fe2 പ്ലസ് Fe3 പ്ലസ് ആകുമ്പോൾ എന്താ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്ത് ഒരു ഇലക്ട്രോണിനെയും കൂടെ ആഡ് ചെയ്യും. അതേപോലെ തന്നെ Cr2O7 2 മൈനസ് അവിടെ 2 മൈനസ് ചാർജ് ഉണ്ട്, ഇവിടെ 14 H+ ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൊത്തത്തില് 12 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 Cr3 പ്ലസ് എന്ന് വെച്ചാൽ ഇവിടെ 6 പോസിറ്റീവ് ചാർജ് ഉണ്ട്.
അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു 6 ഇലക്ട്രോണേയും കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്യും. നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻസിനെ നമ്പർ വെച്ച് ഇൻഡ് ചെയ്യും. ഇപ്പൊ ആദ്യത്തെ റിയാക്ഷൻ നമുക്ക് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, രണ്ടാമത്തെ റിയാക്ഷനിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ എന്ത് ചെയ്യും, 6 വെച്ച് ഇൻഡ് ചെയ്ത് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യും. നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ബാലൻസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫൈനൽ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിത് ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പൊ തന്നേക്കുന്ന റിയാക്ഷൻ ഇതാണ്. MnO4 minus plus I minus gives MnO2 plus I2. ഇതാണ് നമുക്ക് തന്നേക്കുന്ന റിയാക്ഷൻ. നമ്മൾ ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ +7 ആണ്, ഇവിടെ +4 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ 0 ആണ്. ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഏതാന്ന് നോക്കാം. ഇവിടെ ഇതാണ് ഇത് റിഡക്ഷൻ നടന്നത്, ഇതാണ് ഓക്സിഡേഷൻ നടന്നത് അല്ലേ. ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് നമ്മൾ സെപ്പറേറ്റ് ആക്കി എഴുതാം. അപ്പൊ ആദ്യം ഓക്സിഡേഷൻ ഹാഫ് ഇവിടെ എടുത്ത് എഴുതാം. ഓക്സിഡേഷൻ ഇവിടെ എഴുതാം. എന്താണ് I മൈനസ് നമുക്ക് I2 തന്നു. റിഡക്ഷൻ ഹാഫ് നമ്മൾ ഇപ്പുറത്ത് എഴുതാം. MnO4 മൈനസ് നമുക്ക് MnO2 തന്നു. ഓക്കെ, നമുക്ക് ഓരോ റിയാക്ഷൻ ആയിട്ട് ചെയ്യും. അപ്പൊ ആദ്യം I മൈനസ് I2. ഇപ്പൊ എന്താണ്, നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ ഉള്ള ഒഴിച്ചുള്ള ബാക്കിയുള്ള ആറ്റംസ് ബാലൻസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ഇപ്പുറത്ത് 2 അയഡിൻ ഉണ്ട്, ഇവിടുത്തെ ഒറ്റ അയഡിനേ ഉള്ളൂ. ഇപ്പുറത്ത് റിയാക്ടർ സൈഡിൽ ഒറ്റ അയഡിനേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ 2 വെച്ച് ഇൻറ്റു ചെയ്യും. ഇപ്പൊ 2I മൈനസ് നമുക്ക് അയഡിൻ തരുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യും. ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചാർജസ് ബാലൻസ് ചെയ്യാം അല്ലേ. ചാർജസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നോക്കുക, ഇവിടെ 2 മൈനസ് ചാർജ് ഉണ്ട്, അപ്പുറത്ത് 0 ആണ് അല്ലേ. ഇവിടെ 2 മൈനസ് ഉണ്ട്, ഇവിടെ 0 ആണ്. അപ്പൊ അതിന് കളയാൻ വേണ്ടി അപ്പുറത്ത് നമ്മൾ 2 ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ എന്ത് വരും, ഇവിടെ 2I മൈനസ് ഗീവ്സ് I2 പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പൊ തൽക്കാലം ഇത്രയും ഉള്ളു നമുക്ക് ഇവിടെ ചെയ്യാം. ഇനി അപ്പുറത്ത് നമുക്ക് പോകാം. MnO4 മൈനസ് MnO2 വരുന്നത്. ഇവിടെ ഹൈഡ്രജൻ എന്താണ്, ഓക്സിജൻ ഹൈഡ്രജൻ ഒഴിച്ചുള്ള ബാക്കി ആറ്റംസ് എന്താണ്, മാംഗനീസിന്റെ എണ്ണം രണ്ടിടത്ത് സെയിം ആണ്. അപ്പൊ അവിടെ ഒന്നും ചെയ്യാനില്ല. മാംഗനീസിന്റെ എണ്ണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ഹൈഡ്രജനും ഓക്സിജൻ നമ്മൾ ബാലൻസ് ചെയ്യണം. ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ. ഇവിടെ 2 ഓക്സിജനോട് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ 2 വാട്ടറും കൂടെ ഇപ്പുറത്ത് ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ MnO4 മൈനസ് ഇപ്പൊ എന്ത് കിട്ടും, MnO4 മൈനസ് നമുക്ക് MnO2 പ്ലസ് 2H2O തരും. ഞാൻ 2H2O അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഹൈഡ്രജൻ കൂടി നിൽക്കുക. ഹൈഡ്രജൻ കൂടി നിൽക്കുകയാണ് നമ്മൾ ഇപ്പുറത്ത് എന്താണ്, നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് അസിഡിക് മീഡിയത്തിലാണ് ബേസിക് മീഡിയത്തിലാണ്. ബേസിക് മീഡിയത്തിലാണ്. ഇപ്പൊ ബേസിക് മീഡിയമാണ് നമ്മൾ OH മൈനസ് ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക, എന്താ H പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പൊ MnO4 മൈനസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 4 ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്, 4H പ്ലസ് ഇട്ട് കൊടുക്കുക. ഗീവ്സ് എന്ത് MnO2 പ്ലസ് 2H2. ഓക്കെ, നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചാർജ് ബാലൻസ് ചെയ്തു. ഈ 4OH എന്താണ് H പ്ലസ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 സൈഡിലും OH മൈനസ് ആഡ് ചെയ്യുന്നു. ഇപ്പൊ 4 H പ്ലസ് ഉള്ളതുകൊണ്ട് നമ്മൾ 4 OH മൈനസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 2 സൈഡിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. ഗീവ്സ് MnO2 പ്ലസ് 2H2O പ്ലസ് 4OH മൈനസ്. എന്നിട്ട് എന്താണ് ഈ H പ്ലസ് OH മൈനസും കൂടെ നമ്മൾ എന്താണ് വാട്ടർ ആക്കാം. MnO4 മൈനസ് പ്ലസ് 4H2O gives MnO2 plus 2H2O plus 4OH minus. നമ്മൾ ഈ വാട്ടർ 2 സൈഡിൽ എന്താ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 2 OH ഉണ്ട്, 2 H2 ഉണ്ട്, ഇപ്പുറത്ത് 4 H2 ഉണ്ട്. അപ്പൊ ഇപ്പുറത്ത് നമുക്ക് ഇതും ഇത് 2 H2 ആയി ഉണ്ടാവും അല്ലേ, ഇത് 2 H2 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എഴുതാം. MnO4 മൈനസ് പ്ലസ് 2H2O gives MnO2
പ്ലസ് 4 OH മീൻസ്. ഇനി എല്ലാം ബാലൻസ് ആയോ നോക്കാം. ഇവിടെ നോക്കാം, ഒരു MN ഉള്ളൂ നമുക്ക് ഇവിടെ ഒരു MN ഉള്ളൂ. ഇവിടെ നമുക്ക് എത്ര റിയാക്ഷൻ സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, മൊത്തത്തിൽ 6 ഓക്സിജൻ ഉണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, മൊത്തത്തിൽ 6 ഓക്സിജൻ ഉണ്ട്. ഇപ്പൊ രണ്ട് സൈഡിൽ ഓക്സിജൻ എണ്ണം സെയിം ആയി. ഇനി ഹൈഡ്രജൻ സെയിം ആണ് നോക്കാം. ഇവിടെ നമുക്ക് റിയാക്ഷൻ സൈഡിൽ 4 ഹൈഡ്രജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്തു. അതിനുശേഷം എന്താ, നമ്മൾ ചാർജ് ബാലൻസ് ആണ്. ഇവിടെ നമുക്ക് -1 ചാർജ് ഉണ്ട് റിയാക്ഷൻ സൈഡിൽ, ഇവിടെ നമുക്ക് -4 ചാർജ്. അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യും. അപ്പം MnO4 മൈനസ് പ്ലസ് MnO4 മൈനസ് പ്ലസ് 2H2O പ്ലസ് 3 electrons gives MnO2 plus 4OH മീൻസ്. ഇന്ന് രണ്ട് സൈഡിൽ നമ്മൾ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആക്കണം നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ 2 ഇലക്ട്രോൺ എടുത്ത് നമ്മൾ 3 വെച്ച് ഇൻഡ് ചെയ്യുന്നു, 3 ഇലക്ട്രോൺ എടുത്ത് നമ്മൾ 2 വെച്ച് ഇൻഡ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും, ഇവിടെ 6I മൈനസ് ഗിവ്സ് 3I2 പ്ലസ് 6 ഇലക്ട്രോൺസ് എന്ന് വരും. നമ്മുടെ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 എന്താണ്, 2 വെച്ച് ഇൻഡ് ചെയ്യും. അപ്പൊ 2 MnO4 മൈനസ് പ്ലസ് 4H2O plus 6 electrons gives 2 MnO2 plus 8 OH minus. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് 1 ഉം 2 ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഇലക്ട്രോൺ നമുക്ക് കട്ടായി പോകും രണ്ട് സൈഡിൽ നിന്ന്. നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും, 2 MnO4 മൈനസ് പ്ലസ് 6I minus plus 4H2O gives 2 MnO2 plus 3I2 plus 8 OH mix. ഇതാണ് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ. ഇതാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചുള്ള ബാലൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്, നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് സെപ്പറേറ്റ് എടുത്ത് എഴുതി ചെയ്തു അല്ലേ. നമുക്ക് ഈ റിയാക്ഷൻ തന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. MnO4 മൈനസ് I മൈനസ് gives MnO2 പ്ലസ് I. ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എടുത്ത് എഴുതാം. +7 -1 +4 0. റിഡക്ഷൻ ആണ്, ഡിക്രീസ് ബൈ 3. ഇത് ഓക്സിഡേഷൻ ആണ്, ഇൻക്രീസ് ബൈ 1. ഇത് നമ്മൾ എന്താണ് × 3 നമ്മൾ ചെയ്യാം. തരും MnO4 minus plus 6I minus gives MnO2 plus 3I2 എന്ന് വരും. ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം തൽക്കാലം. ഓക്കെ, താങ്ക് യു.